ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എൻ്റെ ക്രിസ്മസ് ഡേ വ്ളോഗ് കണ്ടിരുന്നോ? ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ജു ചേച്ചിയുടെ ചിക്കൻ കറി ഫ്രൈഡ് റൈസ് റെസിപ്പി വീഡിയോ ആയിട്ട് വരാമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ആ പറഞ്ഞ വീഡിയോ ആയിട്ട് ഞാനിതാ വന്നിട്ടുണ്ട്, ഫ്രൈഡ് റൈസ് ചിക്കൻ കറി റെസിപ്പി. ക്രിസ്മസ് ഡേ വ്ളോഗ് കാണാത്തവരത് കാണാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയ്ക്ക് എൻ്റെ വോയിസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ബാക്കി നിങ്ങളിതിൽ കാണുന്ന കാര്യങ്ങൾ മഞ്ജു ചേച്ചിയുടെ മാത്രമാണ്. ചേച്ചി ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും ടൊമാറ്റോയും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി വെച്ച് കൊടുക്കാം. ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റണം. സവാള വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്ത് തന്നെ റൈസ് റെഡിയാക്കി എടുക്കാം. ഇനി അരി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയം സവാളയിലോട്ട് 2 പട്ടയും കൂടെ ചേർത്ത് കൊടുത്തു. ഈ നേരം അടുക്കളത്തോട്ടത്തിൽ നിന്ന് പച്ചമുളകും രമ്പയിലെയും കറിവേപ്പിലയും പറിക്കുന്ന തിരക്കിലായിരുന്നു വൈക. പകുതി വെന്ത സവാളയിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. തൊട്ടപ്പുറത്ത് റൈസിലോട്ട് നെയ്യും പട്ടയും ഉപ്പും ചേർത്ത് കൊടുത്തു. നല്ല ഗോൾഡൻ കളറായ സവാളയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. കൂട്ടത്തിൽ നമ്മൾ വിട്ടുപോയ ഗരം മസാലയും കൂടെ കുറച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ടൊമാറ്റോ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. ഇനി നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച് ചിക്കനെ അതിലോട്ട് തട്ടി. അവരെ തമ്മിൽ അങ്ങ് ഇളക്കി ചേർക്കേണ്ട താമസം മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചു. ഒരു 2-3 മിനിറ്റിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടച്ചു വെച്ചു. റൈസ് വെള്ളം കഴിഞ്ഞ് ഡ്രൈ ആക്കി എടുക്കാം. സവാളയും നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. അതേ എണ്ണയിലേക്ക് ക്യാരറ്റും ബീൻസും ഇട്ട് വഴറ്റാനായിട്ട് വെക്കാം. അതവിടെ റെഡി ആകുമ്പോഴത്തേക്കിന് നമുക്ക് സാലഡ് തയ്യാറാക്കാം. സവാള, ക്യാരറ്റ്, ടൊമാറ്റോ, മല്ലിയില, കറിവേപ്പില, തൈര്, ഉപ്പ്, സാലഡ് റെഡി. ഈ സമയം നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കുറച്ച് ടൊമാറ്റോ സോസും ഇട്ട് മിക്സ് ചെയ്യാം. ഫൈനലി കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ്, മഞ്ജു ചേച്ചിയുടെ ചിക്കൻ കറി ഇത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ആ ഒരു കളറും ടേസ്റ്റും ഒക്കെ സൂപ്പർ ആയിരുന്നു. ഇനി ഫ്രൈഡ് റൈസ് സെറ്റ് ചെയ്യാനായിട്ട് കുക്കറിലോട്ട് നെയ്യ് ഒഴിച്ച് നേരത്തെ വേവിച്ച് വെച്ച് ക്യാരറ്റും ബീൻസും ചേർത്ത് റൈസ് ഇട്ട് കൊടുത്തു. ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കുറച്ചുകൂടെ റൈസും നട്ട്സും കിസ്മിസും എല്ലാം ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തു. ഈ ചേർക്കുന്നത് വെള്ളത്തിലിട്ട കുങ്കുമപ്പൂവാണ്, നമ്മുടെ റൈസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഫൈനൽ ഗാർണിഷിങ്ങിൻ്റെ ടൈമാണ്. അതിനായി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും മല്ലിയിലയും രമ്പയിലയും നമ്മുടെ കിസ്മിസും നട്ട്സും എല്ലാം ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം ഇതിന് മുകളിലോട്ട് കുറച്ചുകൂടെ കുങ്കുമപ്പൂ വെള്ളത്തിലിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ സൂപ്പർ ഫ്രൈഡ് റൈസ് ഇതേ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പപ്പടം ഇല്ലെങ്കിൽ ഇത് ഇൻകംപ്ലീറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ പപ്പടം കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ കറി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. മഞ്ജു ചേച്ചിയുടെ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. നിങ്ങൾ ഒരിക്കൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.